അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്നതുപോലെയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഇതാ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ആവശ്യമുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മൾ വിചാരിച്ച സംഭവം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതാ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പേപ്പർ ഇങ്ങോട്ട് വലിച്ചെടുക്കുക കേട്ടോ വേണ്ടത്. അതിന് സിമ്പിളായിട്ടൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് വെള്ളത്തിൽ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂയോ മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ഈ കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ മുകളിൽ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ആ പേപ്പർ ഇങ്ങോട്ട് പറിച്ചെടുത്ത് നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ചില കാർഡ്ബോർഡിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു പേപ്പർ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും. ചിലതിൽ അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് എങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. കൊറിഗേറ്റഡ് ഷീറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറല്ലേ ചെയ്യാറ്, അതൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാം. അതിൽ പല കളേഴ്സായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കൊറിഗേറ്റഡ് ഷീറ്റ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ട ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വലിയ ഷീറ്റിൽ തന്നെ കാണിച്ചെന്താ വെച്ചാൽ നമുക്ക് എത്ര വലിയ ഷീറ്റിലായാലും ഇതേപോലെ ചെയ്തെടുത്താണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലുള്ള പൊടികളൊക്കെ അതാ ബ്രഷ് വെച്ചിട്ടൊന്ന് പോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. പെയിൻറ്റൊക്കെ കൊടുക്കുമ്പോൾ മുകളിൽ പൊടികളുണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ കൊടുക്കുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ബ്രഷ് വെച്ച് പോക്കിയിട്ട് പെയിൻറ്റൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഷീറ്റ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വെച്ച് അടിപൊളി ഒരു ഐഡിയ ആയിട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പെറ്റൽസ് വേണം, അതേപോലെ ലീഫ് വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ പെറ്റൽസ് വരച്ചെടുക്കുന്നുണ്ട്. പെറ്റൽസ് വരയ്ക്കാൻ ഇതിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ വലുതും ചെറുതും വേണം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വലുതും ചെറുതും വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരെണ്ണം കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. ഇതേപോലെ കുറച്ച് പീസ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ പെറ്റൽസ് വരച്ചത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഫ്ലവർ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ഫ്ലവറിന് 4 പെറ്റൽസ് അങ്ങനെ കേട്ടോ വേണ്ടത്. അപ്പോൾ അതേപോലെ ഈ ഒരു അളവിൽ തന്നെ ഇത് വെച്ചിട്ട് ഒരു 3 കൂടി കട്ട് ചെയ്തെടുക്കുക. ഒരു ഫ്ലവറിനാണ് വലിയത് 4 ചെറുത് 3 അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തല്ലോ, വലുതും ചെറുതും ഒന്ന് കട്ട് ചെയ്ത്. ഇനിയിപ്പോൾ ചെറുതിലേക്ക് 2 അതേപോലെ വലുതിലേക്ക് 3 അങ്ങനെ പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മിഡിലേക്ക് ഫ്ലവറിൻ്റെ മിഡിലേക്കായിട്ട് ഒരു സർക്കിളും കൂടി വേണം. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് പീസും കൂടി വേണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്തൊക്കെയാണ് ഒരു ഫ്ലവറിലേക്ക് വേണ്ടതെന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ചെയ്തത്. അപ്പോൾ സർക്കിളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വരച്ചെടുക്കുക, പേപ്പറിൽ വരച്ചെടുക്കുക. ഇത് 3 ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പേപ്പറിൽ വരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല, ഇതിൽ ജസ്റ്റ് വരയ്ക്കുക, കട്ട് ചെയ്തെടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ കുറച്ച് പീസ് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, നമ്മൾ കുറച്ച് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്ലവറാക്കി സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, 4 ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ചെറിയ 3 പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മിഡിലേക്കായിട്ട് ഈ സർക്കിളും വെച്ച് കൊടുക്കുക. ഇങ്ങനെ കേട്ടോ വേണ്ടത്. അപ്പോൾ അതാ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ലീഫൊന്ന് പേപ്പറിലൊന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫ്ലവറിൻ്റെ പെറ്റൽസും ആദ്യം വരച്ചിട്ട് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതേപോലെ ഒന്ന് വരക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഈ കൊറിഗേറ്റഡ് ഷീറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നോട് ആദ്യം എന്താ പറയുക, പെറ്റൽസ് വരയ്ക്കുമ്പം അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ചെറിയ ആദ്യം പകുതി കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് പകുതി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ പെറ്റൽസ് ഇങ്ങനെ ഈ പേപ്പർ നിവർത്തി വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ട. ഒരു ഭാഗം ഒരു സൈഡ് ആദ്യം കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് മറ്റേ സൈഡ് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ലീഫിൻ്റെ ആ ഒരു നല്ലൊരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ 2 സൈഡും 2 പോലെയും ചെയ്തിട്ട് ഇതിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു നമ്മൾ എത്ര ഫ്ലവറാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ ലീഫൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് ഇതേ ഒരു അളവിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. കുറച്ച് ചെറുതാക്കാം അല്ലെങ്കിൽ വലുതാക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഒരു വലിയ ഫ്ലവർ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് ചെറിയ ഫ്ലവർ ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരേ അളവിലുള്ള ഫ്ലവേഴ്സ് തന്നെ കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു 4 ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ 4 ലീഫും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് പെയിൻറ്റൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ പെയിൻ്റാണ് കൊടുക്കുന്നത്. ഗോൾഡനും ആഷും കൊടുക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെയൊക്കെ ബ്ലാക്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കിൻ്റെ അടുത്ത് സ്പ്രേ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് സാധാ പെയിൻ്റാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ പെയിൻ്റൊക്കെ കൊടുത്ത് നല്ലതുപോലെ ഉണങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് ആഷും കൊടുത്ത് ഒന്ന് ഗോൾഡനും കൊടുത്ത് അതേപോലെ ഒരു ഫ്ലവറിന്
ബ്ലാക്ക് വാട്ടർ കൊടുക്കുന്നത്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വാർണിഷ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പീസിന് വാർണിഷായിട്ട് കൊടുത്തത്, ലീഫിന് വാർണിഷാണ് കൊടുത്തത്, കണ്ടില്ലേ? അതൊരു വേറൊരു കളറായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വേറെ പെയിൻ്റൊന്നും കൊടുക്കാതെ ഡയറക്റ്റ് ആ പീസ് മേൽ വാർണിഷ് കൊടുത്താൽ കേട്ടോ. പിന്നെ വാർണിഷ് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഉണങ്ങണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയാൽ നല്ലപോലെ സെറ്റായി കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്ലവറിന് വലിയ 4 പെറ്റൽസ്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു പെറ്റൽ, പിന്നെ മിഡിലേക്ക് ആ റൗണ്ടും സർക്കിൾ കട്ട് ചെയ്തില്ലേ അതും ആട്ടോ വേണ്ടത്. അങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആഷ് സെറ്റ് ചെയ്തെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ആഷിലേക്കുള്ള ബ്ലാക്കും ആഷ് പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓരോ പീസിൻ്റെ മുകളിൽ ഓരോ പീസ് ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ താഴെ ഭാഗം ഒരു സർക്കിൾ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഷീറ്റിൽ തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പീസ് ഇല്ലാതെ വേണമെങ്കിലും ഒട്ടിക്കുക, അല്ലെങ്കിൽ ഈ പീസ് വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം ഒരു പറ്റൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടതാ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഒരുപാട് കയറ്റി വെക്കാതെ ചെറിയൊരു പറ്റൽ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കി 4 അതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കയറി നിൽക്കുന്നത് പോലെ. പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിക്കരുത് കേട്ടോ. എന്താ പറയുക, കുറച്ച് നമുക്ക് ഒറിജിനൽ ഫ്ലവർ എങ്ങനെ ഉണ്ടാവുക ആ ഈ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാതെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഫസ്റ്റ് ഇത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി 3 കൂടി ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗ്ലൂ ഫുള്ളായിട്ട് അങ്ങനെ ഒട്ടിക്കാതെ ഇങ്ങനെ മടക്കുകയും തിരിക്കുകയൊക്കെ രീതിയിൽ അങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ നമുക്കിത് മടക്കാനൊക്കെ പറ്റിയ ഇനി ആ മിഡിലേക്ക് ആ സർക്കിളും കൂടി ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയും കൂടി ചെയ്തെടുത്താൽ മതി കേട്ടോ. സിമ്പിളല്ലേ? അപ്പോൾ ഞാനിതാ ബാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഗോൾഡൻ, ഒന്ന് ആഷ്, ഒന്ന് ബ്ലാക്ക്, ഒന്ന് അതേ ആ ഒരു കാർഡ്ബോർഡിൻ്റെ അതേ ഒരു കളറിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലീഫും കൂടി ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ലീഫിൽ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ആ നടുവിലുള്ള ഒരു ഒറിജിനൽ ലീഫിനൊരു വെയിൻസ് പോലെ ഉണ്ടാവില്ല, അപ്പോൾ അതേപോലെ ഒരു ലുക്ക് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. ഇതിലൊരു ലീഫ് ഞാൻ മിഡിൽ കട്ട് ചെയ്യാതെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ, നമുക്ക് എവിടെയാണോ ആദ്യം നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം ഒരു നോക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ആദ്യം വെച്ച് നോക്കിയതിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടല്ലോ, ഇതേപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഐസ്ക്രീം സ്റ്റിക്കും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഓരോന്നിൻ്റെയും ഒട്ടിക്കുന്നതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കും കൂടി ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് എങ്ങനെയാണോ വേണ്ടത് അത് താഴെ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കാർഡ്ബോർഡ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതിയേ. അപ്പം ഞാനിതെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത് ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. താഴെ ഭാഗം കണ്ടില്ലേ? ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാനിതാ വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കണ്ടപ്പോൾ അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെയുള്ള കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ട് ഇനി ഇത് കുറക്കായിട്ട് ഷീറ്റ് ഉണ്ടാക്കാം. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ പുറത്തുനിന്ന് എന്താ പറയുക, ആമസോണിലും ഫ്ലിപ്കാർട്ട്സിലൊക്കെ ഒരുപാട് ഐറ്റംസ് കാണാറില്ലേ, അതേപോലെയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, 2000 3000 ഒക്കെ കൊടുത്ത് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, ഇനി കൊറിഗേറ്റഡ് ഷീറ്റ് പുറത്തുനിന്ന് വാങ്ങണ്ട കേട്ടോ. ഇതേപോലെ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഇനി ഇതേപോലുള്ള വെറൈറ്റി ഐഡിയാസ് ആയിട്ട് ഇനി വരെ അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.